ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ ഇക്ക എന്ന ക്രൈം ത്രില്ലർ മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഒരു വലിയ പബ്ബാണ് കാണിക്കുന്നത്. ഈ പബ്ബിൽ ശൗര്യ എന്നൊരാൾ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളൊരു വലിയ രാഷ്ട്രീയക്കാരൻ്റെ മകനാണ്. ഇയാളോടൊപ്പം ചേർന്ന് ഒരു പെൺകുട്ടിയും മദ്യപിക്കുന്നുണ്ട്. അവരുടെ പേര് സോമ എന്നാണ്. രണ്ടുപേരും രസകരമായി സംസാരിച്ചുകൊണ്ട് മദ്യപിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യാമെന്ന് കരുതി കാറിൽ യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നറിയില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ ആ പെൺകുട്ടി കാറിൽ നിന്ന് പുറത്തേക്ക് കുത്തനെ താഴെ വീഴുന്നു. അടുത്തായി പ്രായമുള്ള ഒരാൾ ചായ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാറിൽ നിന്ന് ആ പെൺകുട്ടി താഴേക്ക് വീഴുന്നത് കണ്ട് അയാളും ഞെട്ടുന്നു. വീണ പെൺകുട്ടിക്ക് ജീവനില്ല. കഴുത്തിൽ മുറിവേറ്റ നിലയിൽ ആ പെൺകുട്ടി മരിച്ചു കിടക്കുകയാണ്. ഇത് കാണുന്ന ആ ചായക്കടക്കാരനും ഞെട്ടുന്നു. അയാളെ ചുറ്റുമുള്ളവരെ വിളിക്കുമെന്ന് കരുതിയെങ്കിലും സൈലന്റായി അവിടെ നിന്നും സ്ഥലം വിടുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ ഭാര്യയെ കാണിക്കുന്നു. ഇവരുടെ പേര് അവന്തിക എന്നാണ്. മകളുടെ ഒരു റേസ് കാണാനാണ് അവർ വന്നിരിക്കുന്നത്. അവിടെ സ്വിമ്മിംഗ് മത്സരമാണ് നടക്കുന്നത്. മകൾ വളരെ വേഗത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ മകളുടെ മൂക്കിൽ നിന്നും രക്തം വരാൻ തുടങ്ങുന്നു. ആ സ്ഥലത്ത് വെച്ച് തന്നെ മകൾ ബോധം കെട്ട് വീഴുന്നു. ഇത് കാണുന്ന അവന്തിക വല്ലാതെ ഭയപ്പെടുന്നു. ഇപ്പോൾ ആളുകളെല്ലാം ചേർന്ന് സഹായിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ നേരെ കട്ട് ചെയ്ത് ഹീറോയെ കാണിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പേര് അർജുൻ എന്നാണ്. ഇദ്ദേഹം ഒരു വലിയ വക്കീലാണ്. ഒരു ലോ ഫേമിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരോടും സംസാരിക്കാനായി വന്നിരിക്കുകയാണ്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മകളുടെ അവസ്ഥയെക്കുറിച്ച് അറിയുന്നത്. ഇദ്ദേഹം വന്ന ജോലി അവസാനിപ്പിച്ച് വേഗത്തിൽ മകളെ കാണാനായി എത്തുന്നു. മകൾ ഇപ്പോൾ നോർമലാണ്. ഇടയ്ക്കിടെ അവൾക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പോഴാണ് മാതാപിതാക്കൾക്ക് ഈ കാര്യം വ്യക്തമായി മനസ്സിലാവുന്നത്. ഇത് നിസ്സാരമായി വിടാൻ പാടില്ലെന്ന് അവർ ചിന്തിക്കുന്നു. ഡോക്ടർ പരിശോധനകളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ രക്തസാമ്പിളും എനിക്ക് വേണമെന്ന് അർജുനോട് പറയുന്നു. നമ്മുടേത് എന്തിനാണ് ചോദിക്കുന്നതെന്ന് അവർ ചിന്തിക്കുകയാണ്. കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, എന്നാലും ടെസ്റ്റ് ചെയ്തിട്ട് പറയാമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ശരിയെന്ന് അവരും സമ്മതിക്കുന്നു. മകളുടെ മൂക്കിൽ നിന്ന് രക്തം വന്നതുകൊണ്ട് ഇവർ രണ്ടുപേരും അല്പം ഭയത്തിലാണ്. മകള് നോർമലാണ്, എന്നാൽ ഇവർക്ക് പേടിയുണ്ട്. മകൾക്ക് എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നു. അപ്പോഴാണ് അസിസ്റ്റന്റ് അടുത്ത് നിന്നും ഹീറോയ്ക്ക് കോൾ വരുന്നത്. അതായത് ഒരാൾ നിങ്ങളെ കാണണമെന്ന് പറയുന്നു. അദ്ദേഹത്തെ കാണാൻ വേഗം ചെല്ലണം എന്നൊക്കെ പറയുന്നുണ്ട്. അയാൾ എന്തിനാണ് പെട്ടെന്ന് വിളിക്കുന്നതെന്ന് ഹീറോയ്ക്ക് സംശയം തോന്നുന്നു. യഥാർത്ഥത്തിൽ ശൗര്യയുടെ അച്ഛനാണ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്. ശൗര്യ ഇപ്പോൾ ഒരു കേസിൽ പെട്ടിരിക്കുകയാണ്. സോമ എന്ന പെൺകുട്ടി മരിച്ചില്ലേ, ശൗര്യാണത് ചെയ്തതെന്ന രീതിയിൽ കേസ് അവന്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അതിനാൽ അച്ഛൻ സംസാരിക്കാനായി ഇദ്ദേഹത്തെ വിളിച്ചിരിക്കുകയാണ്. ഹീറോയ്ക്ക് ഈ കേസ് ഏറ്റെടുക്കാൻ തീരെ താല്പര്യമില്ല. ഇതിനെക്കുറിച്ചാണ് അടുത്തുള്ള ഭാര്യയോട് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ ആ സോമ എന്ന പെൺകുട്ടി മരിച്ചിട്ടില്ല. സീരിയസ് ആയ അവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. പബ്ലിക് പ്രോസിക്യൂട്ടർ തീർച്ചയായിട്ടും ശൗര്യയാണിത് ചെയ്തതെന്നും താനത് തെളിയിക്കുമെന്നും അഭിമുഖങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാർത്തകളെല്ലാം നമ്മുടെ ഹീറോ ശൗര്യയുടെ അച്ഛനോടൊപ്പം ഇരുന്ന് കാണുന്നുണ്ട്. ശൗര്യയുടെ അച്ഛന് രാഷ്ട്രീയത്തിൽ നല്ല പേരാണുള്ളത്. എന്റെ പേര് നശിപ്പിക്കാനായി ജനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് അയാൾ സങ്കടപ്പെടുന്നുണ്ട്. താൻ ഈ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അവൻ പറയുന്നുണ്ടെന്നും നീയാണ് എന്റെ മകനെ രക്ഷിക്കേണ്ടതെന്നും ഹീറോയോട് അദ്ദേഹം ആവശ്യപ്പെടുന്നു. എന്നാൽ ഹീറോയ്ക്ക് ശൗര്യയെ തീരെ ഇഷ്ടമല്ല. നേരത്തെ തന്നെ ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഈ കേസ് ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് ഹീറോ പറയുന്നു. ഇതിൽ ശൗര്യ ദേഷ്യപ്പെടുകയും ഹീറോയെ ശകാരിക്കുന്ന പോലെ സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പോലും അച്ഛൻ എനിക്ക് വേണ്ടി നീ അത് ഏറ്റെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇല്ല സർ, എന്നോട് ക്ഷമിക്കണം എന്ന് അച്ഛനോട് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്നും പോകുന്നു. ഇദ്ദേഹം ഒരു ലോ ഫോമിലാണല്ലോ ജോലി ചെയ്യുന്നത്. അവിടെയുള്ള വലിയ ആളുകളെല്ലാം ഈ കേസ് നീ ഏറ്റെടുക്കണമെന്ന് പറയുന്നു. ഇല്ലില്ല, ഈ കേസ് എനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. ശൗര്യ അത് ചെയ്യാൻ സാധ്യതയുള്ള ആളാണെന്ന് അദ്ദേഹം പറയുന്നു. ഒരു വലിയ സർക്കാർ വക്കീൽ ശൗര്യയ്ക്ക് തീർച്ചയായിട്ടും ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ. അദ്ദേഹത്തിന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നു. അതിനാൽ വേറൊരാളിലേക്കാണ് ഈ കേസ് പോകാൻ പോകുന്നതെന്ന് വാർത്തകളിൽ പറയുന്നു. അദ്ദേഹം ശക്തനായ വക്കീലായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ശൗര്യയ്ക്ക് ശിക്ഷ ലഭിക്കുമായിരുന്നു. ഇപ്പോൾ ആരുടെ അടുത്തേക്കാണ് കേസ് പോകുന്നതെന്ന് ഹീറോ ചിന്തിക്കുകയാണ്. ആരുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ മധുര എന്ന പേരുള്ള ഒരാളിലേക്കാണ്. ഇവരുടെ ഭർത്താവിന് കോവിഡ് സമയത്ത് ജോലി പോയിരുന്നു. ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല. ഇവരുടെ ശമ്പളം വെച്ചാണ് കുടുംബം നോക്കുന്നത്. എനിക്ക് ഇത്രയും വലിയ കേസ് കിട്ടിയോ എന്ന് പറഞ്ഞ് മധുര വളരെ അത്ഭുതപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഡോക്ടർ പരിശോധിച്ച് നോക്കിയല്ലോ, മകൾക്ക് ക്യാൻസർ ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ബോൺ മാരോ എന്നൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. ആ ട്രീറ്റ്മെന്റ് വഴി മകളെ രക്ഷിക്കാമെന്ന് ഡോക്ടർ പറയുന്നു. അതായത് അച്ഛന്റെ സ്റ്റെം സെൽ എടുത്ത് മകൾക്ക് നൽകണം. അങ്ങനെ ചെയ്താൽ ശരിയാവുമെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അർജുൻ അച്ഛനല്ലെന്ന സത്യം മനസ്സിലാവുന്നു. ഞാൻ ടെസ്റ്റ് ചെയ്തതിൽ നിന്നും നിങ്ങളല്ല അച്ഛനെന്ന് എനിക്ക് മനസ്സിലായി. ഇതിനുശേഷം നിങ്ങളാണ് എന്തെങ്കിലും ചെയ്യേണ്ടത് എന്ന് ഡോക്ടർ പറയുന്നു. യഥാർത്ഥത്തിൽ താൻ അച്ഛനല്ലെന്ന കാര്യം ഇദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അടുത്തുള്ള ഭാര്യയെ നോക്കുകയാണ്. ഭാര്യയും സങ്കടപ്പെടുന്നുണ്ട്. സത്യത്തിൽ ഇത് ശൗര്യയുടെ കുട്ടിയാണ്. പല വർഷങ്ങൾക്ക് മുമ്പ് ശൗര്യയും ഇവരും റിലേഷൻഷിപ്പിലായിരുന്നു. അതുകൊണ്ടാണ് ഇവർ ഗർഭിണിയായത്. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെയാണ് അദ്ദേഹം ഭാര്യയെ കല്യാണം കഴിച്ചത്. ഇപ്പോൾ ശൗര്യയോട് ചോദിക്കണോ എന്ന് ഇവർ ചിന്തിക്കുകയാണ്. വേറെ വഴിയില്ല, മകൾക്ക് വേണ്ടി ചോദിക്കാമെന്ന് കരുതി ശൗര്യയോട് സംസാരിക്കാനായി വരുന്നു. നീ എന്റെ കേസ് ഏറ്റെടുക്കില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ ഞാനെന്തിനാണ് നിന്നെ സഹായിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഒരു പക്ഷെ നീ ഈ കേസ് ഏറ്റെടുത്ത് എന്നെ രക്ഷിച്ചാൽ നിനക്ക് വേണ്ടി ഈ കാര്യം ഞാൻ ചെയ്യാമെന്ന് അവനും പറയുന്നു.
അവൾ നിന്റെയും മകളെ പോലെയല്ലേ, ദയവായി ഈ സഹായം ചെയ്യണമെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. നീ എന്നെ സഹായിച്ചാൽ മാത്രമേ ഞാൻ തിരിച്ച് സഹായിക്കൂ, ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവൻ പറയുന്നു. വേറെ വഴിയില്ലാതെ ഒരു ഘട്ടത്തിൽ ഹീറോയും ശരിയെന്ന് സമ്മതിക്കുന്നു. അവനെ വെച്ച് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കണം, മാച്ച് ആവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം എന്നിവർ ചിന്തിക്കുന്നു. അവനിൽ നിന്നും സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നു. അത് മാച്ച് ആകുകയും ചെയ്യുന്നു. അവന് വേണ്ടി ഹാജരാകില്ലെന്ന് ഹീറോ കരുതിയിരുന്നെങ്കിലും ഇപ്പോൾ വേറെ വഴിയില്ല, മകളെ രക്ഷിക്കണമെങ്കിൽ അവന് വേണ്ടി ഹാജരാകണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ഇത്രയും നാൾ അവനെ വീട്ടിൽ വിട്ടിരുന്നല്ലോ, ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവാണ്. അതേസമയം ഇപ്പോൾ മധുര ഉണ്ടല്ലോ, പോലീസുകാരുമായി ചേർന്ന് സംസാരിക്കുകയാണ്. അവനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണം, അവൻ തന്നെയാണ് ചെയ്തതെന്ന് ഉറപ്പാണോ, എന്തൊക്കെ തെളിവുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നൊക്കെ ചോദിച്ചറിയുന്നു. മറുവശത്ത് ഹീറോ തന്റെ ടീമിനോട് സംസാരിക്കാനായി വരുന്നു. ഹീറോയും എങ്ങനെയെങ്കിലും ഇവനെ രക്ഷിച്ചേ തീരൂ, എന്തൊക്കെ തെളിവുകളാണ് അവരുടെ കയ്യിലുള്ളത്, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് പൊളിക്കാം എന്നൊക്കെ ആളുകളുമായി ചർച്ച ചെയ്യുന്നു. ഇതിനെയൊന്നും കുറിച്ച് ശൗര്യയ്ക്ക് ഒരു ആശങ്കയുമില്ല. അവനെ സംബന്ധിച്ച് കസ്റ്റഡിയിലാണെങ്കിലും അവിടെ ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നാണ് കേസിലെ ആദ്യത്തെ ഹിയറിംഗ്. ആ മധുര എന്ന വക്കീൽ അല്പം വൈകിയാണ് വരുന്നത്. സോറി ജഡ്ജ്, അല്പം ലേറ്റ് ആയിപ്പോയി, ട്രാഫിക് ആയിരുന്നു എന്നൊക്കെ അവർ പറയുന്നു. ട്രാഫിക് എല്ലാവർക്കും ഒരുപോലെയാണെന്നും ഇത്തരം ന്യായീകരണങ്ങൾ പറയരുതെന്നും ജഡ്ജി ദേഷ്യപ്പെടുന്നു. ശരി, കേസ് വിസ്തരിക്കാം, നിങ്ങൾ ആദ്യം ആരെയാണ് വിളിക്കാൻ പോകുന്നതെന്ന് ഹീറോയോട് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം ശൗര്യയോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. എന്താണ് നേരിട്ട് അവനെ തന്നെ വിളിച്ചതെന്ന് മധുര ചിന്തിക്കുകയാണ്. ഹീറോ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഒരു ഘട്ടത്തിൽ ശൗര്യ ആ സ്ഥാനത്തേക്ക് വരുന്നു. ശൗര്യയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു. സത്യത്തിൽ ക്ലബിൽ വെച്ചാണ് ഞാൻ ആ പെൺകുട്ടിയെ കണ്ടത്. ആ പെൺകുട്ടിയുമായി കണക്ട് ആയ പോലെ എനിക്കൊരു ഫീൽ വന്നു. രണ്ടുപേരും കാറിൽ വന്നു. കാറിൽ വന്ന ഉടനെ കിസ് ചെയ്യാൻ ട്രൈ ചെയ്തു. ആ പെൺകുട്ടിക്ക് താല്പര്യമില്ലായിരുന്നു. എന്നെ തള്ളി മാറ്റിയിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം ഞാൻ സോറി ചോദിച്ച് അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ഞാൻ അവിടെ നിന്നും പോയി. നോക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. നടന്നതിനും എനിക്കും ഒരു ബന്ധവുമില്ലെന്ന് അവൻ പറയുന്നു. ഇയാൾക്കൊരു ഭാര്യയുണ്ട്, ഗൗരി എന്നാണ് അവരുടെ പേര്. അവരും തന്റെ ഭർത്താവ് ആ പെൺകുട്ടിയുമായി ഇടപഴകാൻ ശ്രമിച്ചോ എന്ന് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. അപ്പോൾ ശൗര്യ തനിക്കും ഇതിനും യാതൊരു ബന്ധവുമില്ലെന്ന് പറയുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മധുര ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തീരുമാനിക്കുന്നു. അവർ ചോദിക്കുന്നത്, നിങ്ങൾ അടുത്തിടെ കാർ വാഷ് ചെയ്തിരുന്നല്ലോ, എന്തിനാണ് ചെയ്തത്, അതിൽ രക്തക്കറ വല്ലതും ഉണ്ടായിരുന്നോ എന്നവർ ചോദിക്കുന്നു. അതിന് ശൗര്യ പറയുന്നത്, ഞാൻ എപ്പോഴും ആഴ്ചയിലൊരിക്കൽ കാർ വാഷ് ചെയ്യാറുണ്ട്, അതുപോലെയാണ് ചെയ്തത്, അല്ലാതെ ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ്. ഇപ്പോൾ മധുരയ്ക്ക് ചോദിക്കാൻ വലിയ ചോദ്യങ്ങളൊന്നുമില്ല, കാരണം അവർ ഇതിനായി പ്രിപ്പയർ ചെയ്തിരുന്നില്ല. പെട്ടെന്ന് ഇവനെ തന്നെ വിളിച്ചതുകൊണ്ട് അവർ കൺഫ്യൂസ്ഡ് ആവുന്നു. തനിക്ക് കൂടുതലൊന്നും ചോദിക്കാനില്ലെന്ന് അവർ പറയുന്നു. പൊതുജനം ഇപ്പോൾ ശൗര്യ തന്നെയാണ് ഈ കാര്യം ചെയ്തതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അവർ ശൗര്യക്കെതിരെ കോലങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ശൗര്യയ്ക്ക് വേണ്ടി വാദിക്കുന്നതുകൊണ്ട് ഹീറോയെയും അവർ ചീത്ത വിളിക്കുന്നുണ്ട്. ഇങ്ങനെ വാദിക്കുന്നത് ശരിയാണോ സർ എന്ന് പലരും ചോദിക്കുന്നു. അദ്ദേഹം മറുപടി ഒന്നും പറയാതെ അവിടെ നിന്നും പോകുന്നു. ഒരു റേപ്പിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ഹീറോയെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ മകളുടെ കൂട്ടുകാരികൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നിന്റെ അച്ഛനെ എല്ലാവരും ചീത്ത വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആ വീഡിയോകളും മെസ്സേജുകളും കാണിച്ചു കൊടുക്കുന്നു. ഇത് കാണുന്നത് ആ പെൺകുട്ടിക്ക് വലിയ വിഷമമുണ്ടാക്കുന്നു. അത് വെച്ച് കൂട്ടുകാരികൾ കളിയാക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഈ പെൺകുട്ടി അവരെ അടിക്കുന്നു. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് വീട്ടിൽ ചോദിക്കുമ്പോൾ അവൾ നടന്ന കാര്യങ്ങൾ പറയുന്നു. എന്തു തന്നെയായാലും നീ അടിക്കാൻ പാടില്ലായിരുന്നു, അത് തെറ്റാണ്, ഇനിമേൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് അച്ഛൻ സമാധാനിപ്പിക്കുന്നു. ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മകളുടെ മൂക്കിൽ നിന്നും രക്തം വരാൻ തുടങ്ങുന്നു. ഇവരും വല്ലാതെ ഭയപ്പെടുന്നു. മകൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അവളെ കിടത്തുന്നു. യഥാർത്ഥത്തിൽ അവൻ ഇതുവരെയും തന്റെ സ്റ്റെം സെൽ നൽകിയിട്ടില്ല. എന്നെ രക്ഷിച്ചാൽ മാത്രമേ നൽകൂ എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. ഇവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ മകളെ രക്ഷിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം ഭാര്യയോട് സങ്കടത്തോടെ പറയുന്നു. ഇപ്പോൾ മധുരയുണ്ടല്ലോ, തന്റെ പക്കൽ ഒരു ഐ വിറ്റ്നസ് ഉണ്ടെന്ന് പറഞ്ഞ് ആ വ്യക്തിയെ കോടതിയിൽ കൊണ്ടുവരുന്നു. അതായത് സിനിമയുടെ തുടക്കത്തിൽ ചായ വിൽക്കുന്ന ഒരാൾ കണ്ടതായി കാണിച്ചില്ലേ, അദ്ദേഹമാണ് കോടതിയിൽ വന്ന് നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നത്. ഞാൻ എന്നത്തെയും പോലെ ചായ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് കാറിൽ നിന്നും തള്ളിയിടുന്നത് ഞാൻ കണ്ടതെന്ന് അയാൾ പറയുന്നു. കാറിൽ ഇയാളായിരുന്നോ എന്ന് മധുര ചോദിക്കുമ്പോൾ അതെ മാഡം, ഇയാളായിരുന്നു എന്ന് അയാൾ അവിടെയുള്ള ശൗര്യയെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പോയിന്റിനെ ഹീറോ എങ്ങനെ പൊളിക്കുമെന്ന് ശൗര്യ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹീറോ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ഇയാളുടെ കാർ തന്നെയാണോ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ ചായക്കടക്കാരൻ അതെ എന്ന് പറയുന്നു. ശരി, ഈ കാറാണോ എന്ന് ചോദിച്ച് ഒരു 4-5 കാറിന്റെ ഫോട്ടോകൾ കാണിക്കുന്നു. നോക്കുമ്പോൾ എല്ലാ കാറുകളും ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത്. അയാളും കൺഫ്യൂസ്ഡ് ആവുന്നു. വില കൂടിയ ഒരു കറുത്ത കാറാണ് നിങ്ങൾ കണ്ടത്, അത്രമാത്രം. ഏത് കാറാണെന്ന് പോലും നിങ്ങൾക്കറിയില്ല, അങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ അതെ എന്ന് സമ്മതിക്കുന്നു. ഇപ്പോൾ അടുത്തായി ഹീറോ ഒരു പോയിന്റ് വെക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ശൗര്യയാണിത് ചെയ്തതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടല്ലോ, പോലീസുകാർ എങ്ങനെയാണത് കൺഫേം ചെയ്തത്, ഒരുപാട് പേരുടെ ഫോട്ടോ കാണിച്ചു തന്നോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇല്ലില്ല, എനിക്ക് ശൗര്യയുടെ ഫോട്ടോ മാത്രമാണ് കാണിച്ചു തന്നതെന്ന് ആ മനുഷ്യൻ പറയുന്നു. ഓഹോ, അയാളുടെ ഫോട്ടോ കാണിച്ച ഉടനെ നിങ്ങളും അതെ എന്ന് പറഞ്ഞു, അങ്ങനെയല്ലേ എന്ന് ഹീറോ പരിഹസിക്കുന്നു. ഇതിനു പുറമെ ഇയാളെ കൊടുക്കാനായി മറ്റൊരു പോയിന്റും കൂടി അദ്ദേഹം വെക്കുന്നു. ആ പെൺകുട്ടി താഴെ വീണ് കിടക്കുമ്പോൾ ഇയാൾ പരാതി നൽകിയിരുന്നില്ല, വേറെ ആരോ ആണ് കണ്ട് പരാതി നൽകിയത്. നിങ്ങൾ എന്തിനാണ് അവിടെ നിന്ന് ഓടിപ്പോയതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഭയം വന്നു, അതുകൊണ്ടാണ് ഓടിയതെന്ന് അയാൾ പറയുന്നു. ഇപ്പോൾ ഹീറോ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ന്യായമായി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെയാണ് ശിക്ഷ ലഭിക്കുക, നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെ വിട്ടിട്ട് പോയത് എന്ന് ചോദിച്ച് ഇയാളെ കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. ആ മനുഷ്യന് ഒരു ഘട്ടത്തിൽ ഭയം വരുന്നു.
ഞാൻ യാതൊന്നും ശരിയായി കണ്ടില്ല, എന്നെ വിട്ടേക്ക് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഹീറോ നന്നായി ഭയപ്പെടുത്തി സാക്ഷി ഇല്ലാതാക്കിയെന്ന് മധുരയ്ക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ മധുരയും എന്തു ചെയ്യുന്നോർത്ത് പോലീസിനോട് സംസാരിക്കുകയാണ്. വേറെന്തെങ്കിലും ശക്തമായ തെളിവുകൾ വേണമെന്ന് അവർ പോലീസിനോട് പറയുന്നു. അപ്പോഴാണ് ഒരു പയ്യൻ അവിടെയുള്ള ഒരു പാത്രം വൃത്തിയാക്കുന്നത് അവർ കാണുന്നത്. വിരലിട്ട് അതിന്റെ അടിയിലുള്ള അഴുക്കൊക്കെ അവൻ എടുക്കുകയാണ്. ആ പയ്യൻ ചെയ്യുന്നത് കാണുമ്പോൾ മധുരയ്ക്ക് എന്തോ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇൻസ്പെക്ടറോട് അവർ ഷെയർ ചെയ്യുന്നു. എന്നാൽ അവരെന്താണ് ഷെയർ ചെയ്തതെന്ന് വ്യക്തമായി നമ്മളെ കാണിക്കുന്നില്ല. ഇപ്പോൾ നേരെ കട്ട് ചെയ്ത് ഹീറോയെ കാണിക്കുന്നു. ഹീറോ ഡോക്ടറോട് സംസാരിക്കുകയാണ്. ഡോക്ടർ കഴിയുന്നതും വേഗം ആ സ്റ്റെം സെൽ തരണം എന്നാവശ്യപ്പെടുന്നു. അവനെ രക്ഷിച്ചാൽ മാത്രമേ അവനത് തരൂ. എന്ത് ചെയ്യുന്നോർത്ത് അദ്ദേഹം സങ്കടപ്പെടുകയാണ്. അപ്പോൾ ഭാര്യ പറയുന്നുണ്ട്, എനിക്കറിയാവുന്ന ഒരാളെ വെച്ച് ആ സോമയുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ എടുത്തു. ആ സോമയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് നിനക്ക് സഹായകരമാവുമെന്ന് പറഞ്ഞ് നൽകുകയാണ്. ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുക്കണോ എന്ന് ഹീറോയ്ക്ക് മടിയുണ്ട്. എങ്കിലും ഒരു ഘട്ടത്തിൽ അത് വാങ്ങാണ്. മകളെ രക്ഷിക്കാനായി അദ്ദേഹം അത് വാങ്ങുന്നു. ആ സോമയുടെ മുൻകാമുകന്റെ പേര് കൃഷ്ണ എന്നാണ്. ആ കൃഷ്ണയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത് അമ്മയ്ക്ക് മനസ്സിലാവുന്നു. വേണ്ട സർ, എൻ്റെ മകളുടെ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ കോടതിയിൽ വെച്ച് സംസാരിക്കരുത്. എൻ്റെ മകളുടെ പേര് ചിലപ്പോൾ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. ദയവായി ഈ കാര്യം ചെയ്യരുത് സാർ എന്ന് സോമയുടെ അമ്മ അപേക്ഷിക്കുന്നു. ഇദ്ദേഹത്തിനും ഇത് ചെയ്യുന്നതിൽ തീരെ താല്പര്യമില്ല. എന്നാൽ ഇത് ചെയ്താലല്ലേ കേസ് പൊളിക്കാൻ കഴിയൂ. അതിനായി ക്ഷമ ചോദിച്ചുകൊണ്ട് അദ്ദേഹം അത് ചെയ്യാണ്. ഇപ്പോൾ കൃഷ്ണയോട് സംസാരിക്കാൻ തുടങ്ങുന്നു. കൃഷ്ണ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ആ സോമ നല്ല പെൺകുട്ടിയല്ല, മോശം പെൺകുട്ടിയാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നു. ഇവനെ സംബന്ധിച്ച് അവളെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള ഒരുപാട് മെസ്സേജുകൾ അവൻ അയച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നീയാണോ അവിടെ വന്ന് കൊലപാതകം നടത്തിയെന്ന് ഹീറോ ചോദിക്കുകയാണ്. സർ, ഞാൻ എന്തിനാണ് സർ കൊലപാതകം ചെയ്യുന്നത്? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സർ. അവളൊരു ഗോൾഡ് ഡിഗറാണ്. പണക്കാരെ കണ്ടാൽ അവരുടെ പിന്നാലെ പോകും. അങ്ങനെയാവും ശൗര്യയുടെ പിന്നാലെ പോയത് എന്നൊക്കെ അവൻ പറയുന്നു. ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് തന്നെ ദേഷ്യം വരുന്നു. ഒരു പെൺകുട്ടിയെക്കുറിച്ച് അങ്ങനെ പറയരുത് എന്ന് അദ്ദേഹം ശകാരിക്കുന്നു. ഹീറോയ്ക്ക് തന്നെ ദേഷ്യം വരുമ്പോൾ അമ്മയ്ക്ക് എത്രമാത്രം ദേഷ്യം വരും. അമ്മയും ഇതെല്ലാം കണ്ട് വളരെ സങ്കടപ്പെട്ട് കരയുന്നു. ഇതാണ് നമ്മൾ ചെയ്യാൻ പാടില്ലെന്ന് കരുതിയത്, ഇങ്ങനെ ആയല്ലോ എന്ന് ഹീറോയും അവിടെ സങ്കടപ്പെടുന്നു. ആ പെൺകുട്ടി അല്പം ശരിയല്ലാത്തവളാണെന്ന് ഇപ്പോൾ വന്നല്ലോ. അതുകൊണ്ട് കേസ് ശൗര്യയുടെ ഭാഗത്തേക്ക് തിരിയാൻ തുടങ്ങുന്നു. നമ്മളുടെ ഭാഗത്തു നിന്നും കേസ് കുറേശ്ശെയായി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലാവുന്നു. അതുപോലെ ആ വക്കീലായ മധുരയ്ക്കും മനസ്സിലാവുന്നു. വിഷമിക്കരുത്, എന്തെങ്കിലും ചെയ്യാമെന്ന് മധുര പറയാണ്. എന്നാൽ അമ്മയ്ക്ക് മകളുടെ പേര് കോടതിയിൽ വെച്ച് നശിച്ചു പോയല്ലോ എന്ന് കരുതി അവരവിടെ വല്ലാതെ സങ്കടപ്പെട്ട് കരയാണ്. സത്യത്തിൽ ഹീറോ ചെയ്തത് തെറ്റാണെന്ന് ഹീറോയ്ക്ക് തന്നെ അറിയാം. നീ എനിക്കത് നൽകാൻ പാടില്ലായിരുന്നു. നീ തന്നാൽ തന്നെയും ഞാനത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. ആവശ്യമില്ലാതെ എല്ലാവരുടെയും മുന്നിൽ ആ പെൺകുട്ടിയെ അപമാനിച്ചതുപോലെയായി. എനിക്ക് സങ്കടമുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വിട്, നമ്മൾ നമ്മുടെ മകൾക്ക് വേണ്ടിയല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്പം അഡ്ജസ്റ്റ് ചെയ്യ് എന്ന് ഭാര്യയും സമാധാനിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ മധുര പോലീസിനോട് ഒരു സഹായം ചോദിച്ചില്ലേ? മാഡം, നിങ്ങൾ വിചാരിച്ചത് ശരിയായി മാഡം. ഇത് മതി മാഡം, നമുക്ക് ജയിക്കാം എന്നൊക്കെ അയാൾ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നു. മധുരയും ഇതിൽ സന്തോഷിക്കുകയാണ്. മധുര എന്താണ് ചെയ്തതെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത് അവൻ കാറ് നന്നായി വൃത്തിയാക്കിയല്ലോ. എന്നാൽ കാറിന്റെ താഴെ ഒരു പക്ഷേ രക്തം പറ്റിയിട്ട് ആ താക്കോൽ ഉള്ളിലേക്കിടുമ്പോൾ ഉള്ളിലേക്കും രക്തം പോകാൻ സാധ്യതയുണ്ടെന്ന ആംഗിളിൽ ചിന്തിച്ച് ആ സ്ഥലം പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചതിൽ ഉള്ളിൽ സോമയുടെ രക്തം കിട്ടിയത് കൺഫേം ആവുന്നു. അപ്പോൾ ഇവൻ ആക്രമിച്ചിരുന്നാൽ മാത്രമല്ലേ ആ സ്ഥലത്തിനുള്ളിലേക്ക് രക്തം പോകാൻ സാധ്യതയുള്ളൂ എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നു. ഉള്ളിലുണ്ടായിരുന്നത് സോമയുടെ രക്തം തന്നെയാണെന്ന് ഒരാൾ ഉറപ്പിക്കുന്നു. ഇതിനു പുറമെ ഹീറോയെ സംബന്ധിച്ച് കൃഷ്ണയുടെ ഭാഗത്തേക്ക് കേസ് തിരിച്ചുവിട്ടല്ലോ, അതും അല്ലെന്ന് തെളിയുന്നു. കാരണം ആ സമയം കൃഷ്ണ വേറൊരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുകയായിരുന്നു. അയാൾ വരാൻ സാധ്യതയില്ലെന്ന് അവർ തെളിയിക്കുന്നു. കാറിന്റെ കീ ഹോളിൽ എങ്ങനെ രക്തം വന്നു എന്ന് ഹീറോ ഇപ്പോൾ വിശദീകരിക്കണമല്ലോ. ഹീറോയ്ക്ക് എന്തു പറയണമെന്നറിയില്ല. ഹീറോയും എൻ്റെ പക്കൽ ഇപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരവില്ല, എനിക്ക് സമയം വേണമെന്ന് ജഡ്ജിയോട് ചോദിക്കുന്നു. ജഡ്ജിയും അടുത്ത ഹിയറിംഗിൽ നോക്കാമെന്ന് പറയാണ്. ഇപ്പോൾ ഹീറോ നേരെ ശൗര്യയെ കാണാനായി വരുന്നു. നീ ഈ കാര്യം ചെയ്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? എന്നാൽ നീ തന്നെയാണിത് ചെയ്തത്. പിന്നെ എങ്ങനെയാണ് അവിടെ രക്തം വന്നതെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഇവൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ആ പെൺകുട്ടിയും ഞാനും കാറിൽ വെച്ച് അല്പം ഉന്തും തള്ളും ഉണ്ടായി. അപ്പോൾ താഴെ കുറച്ച് രക്തം പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ താക്കോൽ ഉപയോഗിച്ചതുകൊണ്ടാണ് ഉള്ളിലേക്കും രക്തം പോയത്. അല്ലാതെ ഞാൻ യാതൊന്നും ചെയ്തിട്ടില്ലെന്ന് അവൻ പറയുന്നു. എന്നാൽ ഹീറോ വിശ്വസിക്കാതെ ഇവനിട്ട് അടിക്കുകയാണ്. മര്യാദയ്ക്ക് സത്യം പറ എന്ന് ചോദിക്കുകയാണ്. ഞാൻ നേരത്തെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞു. എന്നെ രക്ഷിച്ചാൽ നിന്റെ മകൾ ജീവിക്കും, ഇല്ലെങ്കിൽ അവൾ മരിച്ചു പോകും. നോക്കിക്കോ, ഇതിനുശേഷം നീ ഈ കേസ് കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്നും പൊക്കോ എന്നൊക്കെ പറഞ്ഞ് അവൻ വിടുകയാണ്. വീണ്ടും മകളുടെ അവസ്ഥ അല്പം മോശമാവുകയാണ്. ഇവനാണെങ്കിൽ ഇതിനുശേഷം നീ കേസിൽ തുടരേണ്ടതില്ലെന്ന് പറഞ്ഞല്ലോ, എന്ത് ചെയ്യുന്നോർത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഇപ്പോൾ ഈ കേസ് കൈകാര്യം ചെയ്യാൻ അവൻ വേറെ ആളെ നോക്കാൻ തുടങ്ങുന്നു. അതേസമയം സോമയുടെ അവസ്ഥയും അല്പം മോശമാവുന്നു. ഡോക്ടർമാരൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുകയാണ്. സോമയുടെ ജീവൻ പോകുന്നു. ഇത്രയും നേരം സാധാരണ കേസായിരുന്ന ഇത് ഇപ്പോൾ കൊലപാതക കേസായി തന്നെ മാറുന്നു. ഇതിനെക്കുറിച്ചെല്ലാം അസിസ്റ്റന്റ് ഹീറോയോട് പറയുന്നു. ഇപ്പോൾ സോമയുടെ അമ്മ വല്ലാതെ സങ്കടപ്പെടുന്നു. നമ്മുടെ മകൾ മരിച്ചുപോയല്ലോ, എന്നാൽ തെറ്റ് ചെയ്തവന് ശിക്ഷ കിട്ടുമോ എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. അതുപോലെ ഹീറോയെ വിട്ട് കേസും പോയല്ലോ എന്ന് കരുതി ഹീറോയും സങ്കടപ്പെടുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഭാര്യ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ശൗര്യയോട് സംസാരിക്കാമെന്ന് കരുതി ശൗര്യയെ കാണാനായി വരുന്നു. അപ്പോഴാണ് ഇവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ബ്രേക്കപ്പ് ആയതെന്ന് മനസ്സിലാവുന്നത്. സത്യത്തിൽ ഇവർ ഗർഭിണിയായ ഉടനെ വിവാഹം കഴിക്കാമെന്ന് ശൗര്യയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
ഇല്ല, കല്യാണത്തിനൊന്നും ഞാൻ ഇതുവരെ റെഡി ആയിട്ടില്ല, ഒരു 10 വർഷം പോട്ടെ, ഗർഭ അലസിപ്പിക്ക് എന്നവൻ പറഞ്ഞിരുന്നു. അതേസമയം ഇവർക്ക് അർജുനുമായി, അതായത് നമ്മുടെ ഹീറോയുമായി പരിചയം ഉണ്ടാവുന്നു. അദ്ദേഹത്തെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. ഇതാണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നു. നീ പുറത്തു വരണമെങ്കിൽ എൻ്റെ ഭർത്താവിന് മാത്രമേ സഹായിക്കാൻ കഴിയൂ, അത് മാത്രം നീ മനസ്സിൽ വെച്ചോ, വേറൊന്നും നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ പോവാണ്. അതിനാൽ അവനും തിരിച്ച് ഹീറോയെ തന്നെ വെക്കാമെന്ന് ചിന്തിക്കുന്നു. നീ തന്നെ ഈ കേസ് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് തന്നെ നൽകുന്നു. ആ ശൗര്യയുടെ അച്ഛനും നീ കാരണമാണ് ഞാൻ അപമാനിക്കപ്പെടുന്നത്, ഹീറോ ഈ കേസ് ഇതിന് ശേഷം കൈകാര്യം ചെയ്യരുതെന്ന് പറയാൻ നീ ആരാണ് എന്നൊക്കെ അവനെ ശകാരിക്കുന്നു. നീയാണ് എങ്ങനെയെങ്കിലും എൻ്റെ മകനെ രക്ഷിക്കേണ്ടതെന്ന് ഹീറോയായ അർജുനോട് അദ്ദേഹം പറയുന്നു. അർജുനും നോക്കാമെന്ന് സമ്മതിക്കുന്നു. ഇപ്പോൾ അർജുൻ വേറൊരു സ്ത്രീയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. ഇവരും കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന ഒരാളാണ്. ഇവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ കീ ഹോളിൽ ഉള്ള രക്തം വെച്ചൊന്നും കൺഫേം ചെയ്യാൻ കഴിയില്ല, കാരണം ടെസ്റ്റ് എടുക്കാൻ തന്നെ ഒരുപാട് രക്തം ആവശ്യമാണ്. അത്രയും കുറച്ച് രക്തം വെച്ച് ടെസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് കൃത്യമായ റിസൾട്ട് വരുമെന്ന് അവർ പറയാം. ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ മാത്രമല്ല, ഒരു സ്ഥലത്തും ഇതൊന്നും അംഗീകരിക്കില്ല. അതൊന്നും ഒരു വാലിഡ് പ്രൂഫായി എടുക്കാൻ കഴിയില്ലെന്ന് അവർ പറയുന്നു. ഇതെല്ലാം ജഡ്ജിക്ക് അദ്ദേഹം മനസ്സിലാക്കി കൊടുക്കുന്നു. അതുകൊണ്ട് ജഡ്ജിയും അതെ, അത്രയും കുറച്ച് രക്തം വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും, ഇത് ഞാൻ അംഗീകരിക്കുന്നില്ല എന്നവിടെ വെച്ച് പറയുന്നു. ഉണ്ടായിരുന്ന ഒരു തുറുപ്പ് ചീട്ടും പോയല്ലോ എന്ന് കരുതി സോമയുടെ അമ്മ വല്ലാതെ സങ്കടപ്പെടുന്നു. വിഷമിക്കരുത്, ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് മധുര പറയുന്നു. ഇപ്പോൾ മധുരയുണ്ടല്ലോ, ആ സംഭവം നടക്കുമ്പോൾ ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നിരിക്കുമല്ലോ, ആരെങ്കിലും ഒരാൾ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. ആ വ്യക്തിയെ നമ്മൾ കണ്ടുപിടിക്കണം എന്ന് കരുതി വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നു. അപ്പോൾ ഒരാൾ ഞാനൊരു കാര്യം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം മുന്നോട്ടേക്ക് വരുന്നു. ശരി, ഇയാളെ ഉപയോഗിക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. ഇപ്പോൾ കോടതിയിൽ പെട്ടെന്ന് അശോക് എന്നൊരാളെ വിളിക്കുകയാണ്. ഇങ്ങനെ പെട്ടെന്ന് വിളിക്കാൻ പാടില്ലെന്ന് ഹീറോ പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ധൃതിപ്പെടുന്നത്, അയാൾ ആദ്യം വരട്ടെ എന്ന് പറഞ്ഞ് ജഡ്ജി മധുരയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഇപ്പോൾ മധുരയും അശോകിനെ വരുത്തുകയാണ്. അശോക് നടന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അശോകിനോട് നടന്ന കാര്യങ്ങൾ ചോദിക്കുന്നു. ഈ അശോക് ജനലിലൂടെ നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. ശൗര്യ ഫോണിൽ ആരോടോ പരിഭ്രാന്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനടുത്താണ് ആ പെൺകുട്ടിയുടെ ബോഡി കിടന്നിരുന്നത്. അയാൾ തന്നെയാണ് ബോഡി അവിടെ ഇട്ടിട്ട് പോയത് എന്ന രീതിയിൽ അശോക് പറയുന്നു. എന്നാൽ നമ്മുടെ ഹീറോ അശോകിനെ തടയാണ്. അതെന്താണെന്ന് വെച്ചാൽ ശൗര്യയുടെ ഫോൺ അയാളുടെ കൈവശം ഉണ്ടായിരുന്നില്ല, കാരണം അയാൾ ക്ലബിൽ ഫോൺ മറന്നു വെച്ചിട്ടാണ് പോയത്. അതിനുള്ള സാക്ഷി എൻ്റെ കൈവശം ഉണ്ടെന്ന് പറഞ്ഞ് അതിനുള്ള പ്രൂഫ് എല്ലാം കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മധുര എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അയാളുടെ കയ്യിൽ ഒരു ഫോൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. അയാൾ 2-3 ഫോണുകൾ വെച്ചിട്ടുണ്ടാവും. അതിൽ ഒരു ഫോണിൽ നിന്ന് ചിലപ്പോൾ കോൾ ചെയ്തിട്ടുണ്ടാവും. ഒരു ഫോൺ മാത്രം ക്ലബിലുണ്ടായിരുന്നതായിരിക്കാം എന്നൊക്കെ അവർ പറയുന്നു. ഇപ്പോൾ ഹീറോയ്ക്ക് ഈ പോയിന്റിനെ പൊളിക്കാൻ കഴിയുന്നില്ല. എങ്ങനെ ഈ പോയിന്റിനെ പൊളിക്കുമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഈ ശൗര്യയ്ക്ക് അസിസ്റ്റന്റാണ് ഭക്ഷണം കൊണ്ടുവരുന്നത്. ഗൗരി മാഡം ഭക്ഷണം തരാൻ ലേറ്റ് ആയി പോയി എന്ന് അവൻ പറയുന്നു. ഗൗരി എന്ന് തെറ്റായ പ്രൊണൗൺസിയേഷനോടെയാണ് അവൻ പറയുന്നത്. അവളുടെ പേര് ഗൗരി അല്ലടാ, ഗൗരി എന്ന് പറഞ്ഞ് വ്യക്തമായി പറയുന്നു. അവനും ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ആ അശോക് പറയുന്നത് സത്യമാണോ? നീ ആ ഭാഗത്തായിരുന്നോ എന്ന് ഹീറോ ചോദിക്കുന്നു. ഇല്ലില്ല, ആ സമയത്ത് ഞാൻ വീട്ടിലേക്ക് പോയിരുന്നു എന്നവൻ പറയുന്നു. ഇത് നമ്മളും കൺഫേം ചെയ്യണമെന്ന് കരുതി ഹീറോ ആ ഭാഗത്തേക്ക് വരുന്നു. അതായത് അശോകന്റെ വീടുള്ള ആ ഭാഗത്തേക്ക് വന്ന് ചുറ്റും നോക്കുന്നു. ഇവിടെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ്. അവൻ വീട്ടിലുണ്ടായിരുന്നു എന്നാണല്ലോ പറയുന്നത്. ശരി, അവന്റെ ഭാര്യ ഗൗരിയോട് സംസാരിച്ച് നോക്കാം എന്ന് കരുതി അദ്ദേഹം വീട്ടിലേക്ക് വരുന്നു. സത്യത്തിൽ ഗൗരി ചിന്തിക്കുന്നത് ശൗര്യ അത് ചെയ്യാൻ സാധ്യതയുള്ള ആളാണ് എന്നാണ്. അത് നിനക്കും അറിയാമല്ലോ എന്ന് അവള് പറയുന്നു. എനിക്കും അറിയാം, എന്നാൽ ഈ കാര്യം അവൻ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അവനെ രക്ഷിക്കുകയാണ് എൻ്റെ ജോലി എന്ന് അദ്ദേഹം പറയുന്നു. എപ്പോഴും ശൗര്യ എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് അവർ പറയുന്നു. അന്നുപോലും അവൻ അല്പം പരിഭ്രാന്തിയോടെയാണ് വീട്ടിൽ വന്നത്. എന്നെ വല്ലാതെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നവർ പറയുന്നു. സമയം ഏകദേശം എത്രയായിരുന്നു എന്നറിയാമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. എനിക്ക് സമയം അറിയില്ല, ഇവൻ ടോർച്ചർ ചെയ്തുകൊണ്ട് ഞാൻ പോലീസിന് കോൾ ചെയ്തു. അതിനുശേഷം ഒരു ഘട്ടത്തിൽ കോൾ കട്ട് ചെയ്തുവെന്ന് അവർ പറയുന്നു. അപ്പോൾ പോലീസിന് കോൾ പോയോ എന്ന് ചോദിക്കുമ്പോൾ പോയി എന്ന് പറയുന്നു. ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ഹീറോ ചിന്തിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മധുരയെ കാണിച്ചു തരുന്നു. മധുരയുടെ ഭർത്താവിന് ഇത്രയും നാൾ ജോലി ഇല്ലായിരുന്നല്ലേ, ഇപ്പോൾ ശൗര്യയുടെ അച്ഛൻ്റെ കമ്പനിയിൽ ജോലി കിട്ടിയിരിക്കുന്നു. അതിനാൽ ഇയാൾ അഭിമാനത്തോടെ പറയുന്നുണ്ട്. എന്നാൽ ഭാര്യ പറയുന്നുണ്ട് ഈ ഓഫർ സ്വീകരിക്കരുത് എന്നവർ പറയുന്നു. ഇല്ല, തീർച്ചയായിട്ടും ഈ ഓഫർ ഞാൻ സ്വീകരിക്കാൻ തന്നെ പോവാണെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ മധുര പുറപ്പെടാൻ നിൽക്കുമ്പോൾ ഹീറോ അവിടേക്ക് വരുന്നു. ശരി, കുറച്ചു നേരം ഹീറോയോട് സംസാരിച്ചിട്ട് പോവാമെന്ന് മധുര ചിന്തിക്കുകയാണ്. ഒരു വക്കീൽ എന്ന നിലയിൽ നിങ്ങളെ എനിക്ക് വളരെ ഇഷ്ടമാണ് സർ, എന്നാൽ ശൗര്യയ്ക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നവർ പറയുന്നു. കുറ്റവാളി ആരാണെന്ന് മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് കേസ് പോകുന്ന വഴിക്ക് പോട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോഴാണ് വേറെ 2 സുഹൃത്തുക്കൾ ഇദ്ദേഹത്തെ കാണാനായി വരുന്നത്. അവരോട് സംസാരിക്കാനായി ഇദ്ദേഹം അല്പം മാറി നിൽക്കുന്നു. പോകുന്നയാൾ ഫോൺ അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. ആ ഫോണിൽ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് മെസ്സേജ് വരുന്നതെന്ന് വെച്ചാൽ ഗൗരിയുടെ സപ്പോർട്ട് നമുക്കില്ല എന്ന് മെസ്സേജ് വരുന്നു. കാരണം ഗൗരി ഞാൻ അവനെതിരെ മാത്രമേ മൊഴി നൽകൂ, അവൻ അനുകൂലമായി മൊഴി നൽകില്ല എന്ന് പറയുന്നു. അപ്പോൾ ഗൗരിയെ നമുക്ക് ഉപയോഗിച്ചാൽ എന്താ, സാക്ഷി ശക്തമാകും എന്ന് മധുര ചിന്തിക്കുന്നു. ഇപ്പോൾ മധുര ഉണ്ടല്ലോ, പുതുതായി ഒരു സാക്ഷിയെ ഞാൻ കൊണ്ടുവരാൻ പോകുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട സാക്ഷിയാണ്.
ഗൗരി മാഡത്തെ കൊണ്ടുവരാൻ പോവാണെന്ന് അവർ പറയുന്നു. ഇത് കേൾക്കുന്ന ഹീറോ വല്ലാതെ ഞെട്ടുന്നു. എന്ത്, ഗൗരി വരാൻ പോവാണെന്നോ? അവൾ ഭർത്താവിനോട് ദേഷ്യത്തിലായതുകൊണ്ട് കുടുക്കി കളയല്ലോ എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നു. ഇപ്പോൾ മധുര ശൗര്യയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം പറയേ എന്ന് ചോദിക്കുമ്പോൾ ശൗര്യ ഒരു നല്ലവനെ അല്ല, എൻ്റെ ഭർത്താവായിരിക്കാം, എന്നാൽ അവൻ നല്ലവനല്ല. ആ പെൺകുട്ടിയോട് അവൻ അതിരുവിട്ട് പെരുമാറിയിരിക്കാൻ സാധ്യതയുണ്ട്. അവൾ തടഞ്ഞുകൊണ്ട് അവളെ കൊലപ്പെടുത്താനും സാധ്യതയുണ്ട് എന്നൊക്കെ ചീത്ത വിളിക്കുന്ന രീതിയിൽ അവർ പറയുന്നു. ശൗര്യ നിശബ്ദനായി ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് അദ്ദേഹം ലേറ്റ് ആയിട്ടാണല്ലോ വന്നത് എന്ന് മധുര ചോദിക്കുന്നു. അതെ, അദ്ദേഹം ലേറ്റ് ആയിട്ടാണ് വന്നത് എന്ന് ആ ഭാര്യ പറയുന്നു. സത്യത്തിൽ അവൻ നേരത്തെ വന്ന് ഇവരെ മർദ്ദിച്ച് ഇവർ പോലീസിനെ വിളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. എന്നാൽ ഇവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അവൻ ലേറ്റ് ആയിട്ടാണ് വന്നതെന്നും അവൻ തന്നെയാണ് ഈ കാര്യം ചെയ്തതെന്നും പറയുന്നു. ഈ ശൗര്യയെ വെറുതെ വിടരുത്, ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ അവരെ ഇമോഷണലായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള മധുരയാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഹീറോ ഇപ്പോൾ തൻ്റെ പോയിന്റ് വെക്കാമെന്ന് കരുതുന്നു. അതെന്താണെന്ന് വെച്ചാൽ ശൗര്യ അന്ന് നേരത്തെ തന്നെ വീട്ടിൽ വന്നിരുന്നു. അവരുമായി വഴക്കിട്ടിരുന്നു. ആ വഴക്കിലാണ് ഇവർ പോലീസിനെ വിളിച്ചത്. ആ സമയം നോക്കിയാൽ മനസ്സിലാവുമല്ലോ എന്ന് ജഡ്ജിയോട് സംസാരിക്കുന്നു. അങ്ങനെയാണോ? അത് തെളിയിക്കാൻ ആരെയാണോ കൊണ്ടുവരേണ്ടത് അവരെ കൊണ്ടുപോവാ എന്ന് ജഡ്ജി പറയുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോ ആ സ്ഥാനത്തേക്ക് ഒരു പോലീസുകാരനെ കൊണ്ടുവരുന്നു. കൺട്രോൾ റൂമിലുള്ള പോലീസുകാരനെ കൊണ്ടുവരികയാണ്. സാർ, നിങ്ങൾക്ക് ഏത് സമയത്താണ് സാർ കോൾ വന്നത്? ഫോണിൽ ഭാര്യ സംസാരിക്കുമ്പോൾ അടുത്ത് ഭർത്താവ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെ സാർ, ഭർത്താവും അടുത്തുണ്ടായിരുന്നു. നീ ആർക്കാണ് കോൾ ചെയ്യുന്നത്, കട്ട് ചെയ്യ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ കൃത്യമായി ആ കോൾ എപ്പോഴാണ് വന്നതെന്ന് പരിശോധിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ പെൺകുട്ടി മരിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ വീട്ടിൽ വന്നിട്ടുള്ളതായി മനസ്സിലാവുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ എങ്ങനെയാണ് കൊലപാതകം ചെയ്തിരിക്കുക എന്ന ചോദ്യം അവിടെ വരികയാണ്. അതുപോലെ ആ ഭാര്യയെ സംബന്ധിച്ച് അവൻ ലേറ്റ് ആയിട്ടാണ് വന്നതെന്ന് കള്ളം പറഞ്ഞല്ലോ, അത് കള്ളമാണെന്ന് തെളിയാണ്. ഇതെല്ലാം കണ്ട് മധുരയും ഞെട്ടിപ്പോന്നു. എന്തിനാണ് ആ ഭാര്യ കള്ളം പറയുന്നത് എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. നീ എന്തിനാണ് കള്ളം പറഞ്ഞതെന്ന് നേരിട്ട് ആ ഭാര്യയോട് തന്നെ അവർ ചോദിക്കുന്നു. എൻ്റെ ഭർത്താവ് മോശക്കാരനാണ്. ഈ കേസിൽ അവൻ തെറ്റ് ചെയ്തില്ലെങ്കിലും എൻ്റെ കാര്യത്തിൽ അവൻ ദിവസവും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവൻ എന്തെങ്കിലും ചെയ്യേ എന്നൊക്കെ അവർ പറയുന്നു. ഇല്ലില്ല, അതൊക്കെ തെറ്റാണ്. നിങ്ങളുടെ കാര്യത്തിൽ അവൻ തെറ്റ് ചെയ്താൽ അത് വേറൊരു കേസായിട്ടാണ് നോക്കേണ്ടത്. നിങ്ങൾ ഈ കേസിൽ അവനെ കൊടുക്കാൻ നോക്കുന്നത് തെറ്റാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നോട് ക്ഷമിക്കണം എന്നൊരു ഘട്ടത്തിൽ ഭാര്യ മാപ്പ് ചോദിക്കുന്നു. മധുര ഇതെല്ലാം കണ്ടു ഞെട്ടുകയാണ്. ഒരുപക്ഷെ ഭാര്യയെ വെച്ച് നമ്മുടെ ഹീറോ തന്നെ ഒരു ഗെയിം കളിച്ചതാണോ എന്നവർ ചിന്തിക്കുന്നു. സത്യത്തിൽ ആ സോമ എന്ന പെൺകുട്ടി 10നും 11നും ഇടയിലാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇയാളെ സംബന്ധിച്ച് 10 മണിക്ക് തന്നെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് ഭാര്യയിലൂടെ തെളിയുന്നുണ്ടല്ലോ. അപ്പോൾ ശൗര്യ ഈ കാര്യം ചെയ്തിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. വേറെ ആരോ ആണ് ശൗര്യ പോയതിനു ശേഷം ഈ കാര്യം ചെയ്തിരിക്കുന്നത്. അത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള പണി നോക്ക് എന്ന് ജഡ്ജി പറയാണ്. ശൗര്യ കുറ്റവാളിയല്ലെന്ന് ഈ കോടതി തീരുമാനിക്കുന്നു. അവനെ റിലീസ് ചെയ്യ് എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ശൗര്യയും രക്ഷപ്പെട്ടു എന്ന് കരുതി ആ സ്ഥലത്തുനിന്നും പുറത്തേക്ക് വരികയാണ്. സത്യത്തിൽ ഭാര്യ വളരെ ശകാരിച്ചതുപോലെ സംസാരിച്ചല്ലോ, ഞാൻ നിന്നെ ഒരുപാട് വഞ്ചിച്ചിട്ടുണ്ട്, അതിനെന്നോട് ക്ഷമിക്ക് എന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇയാൾ ഇമോഷണലായി സംസാരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഇവർ രണ്ടുപേരും സമാധാനത്തിലായതുപോലെ കാറിൽ ഒന്നിച്ചു പോകുന്നു. ഇതെല്ലാം മുകളിൽ നിന്ന് ഹീറോയും നോക്കി കാണുന്നുണ്ട്. ഇങ്ങനെ ഹീറോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ മധുര സംസാരിക്കാനായി വരുന്നു. എന്നെ നന്നായി പറ്റിച്ചു കളഞ്ഞല്ലോ സാർ എന്നവർ പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ ആ ഹോട്ടലിലേക്ക് നിങ്ങൾ വന്നത് യാദൃശ്ചികമല്ല. അതുപോലെ ചിലരെ കണ്ട് സംസാരിക്കാനായി മാറി നിന്നല്ലോ, അതും യാദൃശ്ചികമല്ല. എല്ലാം പ്ലാൻ ചെയ്തതല്ലേ സാർ എന്നവർ ചോദിക്കുന്നു. സത്യത്തിൽ ഇദ്ദേഹം തൻ്റെ പ്ലാനിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത്. വേണമെന്ന് വെച്ച് തന്നെയാണ് ഇവരെ കാണാനായി വന്നത്. കൂട്ടുകാരുമായി സംസാരിക്കുന്ന പോലെ അല്പം മാറി നിന്നത്. ഇദ്ദേഹം എഴുന്നേറ്റ് പോയതിനു ശേഷം അസിസ്റ്റന്റ് ഗൗരി മാഡം നമുക്ക് സപ്പോർട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞു എന്ന് വേണമെന്ന് വെച്ച് എന്നെ മെസ്സേജ് അയച്ചതാണ്. അപ്പോൾ ഗൗരി അവർക്ക് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഗൗരിയെ നമുക്ക് എടുക്കാമെന്ന് കരുതി അവരെടുത്ത് ഉപയോഗിച്ചതാണ്. എല്ലാം ഹീറോയുടെ പ്ലാനാണ്. വേണമെന്ന് വെച്ച് തന്നെ ഗൗരി എന്നെ കൊണ്ട് ഉപയോഗിപ്പിച്ചു. അവൾ ഭർത്താവിനെതിരെ നിൽക്കുന്ന പോലെ എന്നോട് കാണിച്ചു. എന്നാൽ ഭർത്താവിന് സപ്പോർട്ടായിട്ടാണ് ഈ കാര്യം അവൾ ചെയ്തത്. എനിക്കിപ്പോഴാണ് സാർ എല്ലാം മനസ്സിലാവുന്നത്. എന്നാൽ നിങ്ങൾക്കും ഒരു മകളുണ്ടല്ലോ, അതുമാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചോ. എങ്ങനെയാണ് സാർ നിങ്ങൾ സമാധാനമായി ഉറങ്ങുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ശകാരിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് അവരവിടെ നിന്ന് പോകുന്നു. ഇദ്ദേഹത്തിനും അത് വല്ലാത്ത വിഷമമുണ്ടാക്കുന്നു. ഇപ്പോൾ ശൗര്യയെ സംബന്ധിച്ച് കുറ്റവാളി അല്ല എന്ന രീതിയിൽ പുറത്തു വന്നല്ലോ. ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് കരുതി ആ കാര്യം അവൻ ചെയ്തു കൊടുക്കുന്നു. അതുവഴി മകളെ രക്ഷിക്കുന്നു. ഇപ്പോഴാണ് ഹീറോയ്ക്ക് സമാധാനാവുന്നത്. ഇപ്പോൾ ഭാര്യയോട് പറയുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ വേറൊരു ജോലിയുണ്ടെന്ന് അദ്ദേഹം പറയാണ്. സത്യത്തിൽ ശൗര്യ പുറത്തു വന്നതുകൊണ്ട് വേണ്ടപ്പെട്ട എല്ലാവർക്കും പാർട്ടിയൊക്കെ നൽകിയിരുന്നു. ഹീറോയെയും വിളിച്ചിരുന്നു. ഹീറോ വരുമ്പോഴാണ് ആ സ്ഥലത്ത് ഗൗരിയും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുന്നത്. രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ്. ഇവർ വഴക്കുണ്ടാക്കിയെന്നൊക്കെ അഭിനയിച്ചതാണെന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ ഹീറോയോട് ശൗര്യ വന്ന് വളരെ സാധാരണമായി സംസാരിക്കുന്നു. എന്നെ രക്ഷിച്ചതിന് നന്ദി എന്നൊക്കെ അവൻ പറയാണ്. ഹീറോ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നീ ഇത് ചെയ്തിരിക്കുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് കൺഫേം ആയി എന്ന് അദ്ദേഹം പറയുന്നു. എന്ത്, ഞാൻ ചെയ്തെന്നോ? ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നിപ്പോഴും അവൻ അഭിനയിക്കുകയാണ്. അധികം അഭിനയിക്കേണ്ട, നീ എങ്ങനെയാണ് ചെയ്തതെന്ന് പോലും ഞാൻ പറയാം എന്ന് അദ്ദേഹം പറയാൻ തുടങ്ങുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ആ പെൺകുട്ടിയോട് സംസാരിച്ച് കാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവൻ റൊമാൻസ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ആ പെൺകുട്ടി വേണ്ടെന്ന് പറയുന്നു.
ഒരു ഘട്ടത്തിൽ നിർബന്ധിച്ചപ്പോൾ ആ പെൺകുട്ടിയെ അടിക്കുന്നതിനിടെ ഇവരും ദേഷ്യത്തിൽ താക്കോൽ വെച്ച് കഴുത്തിൽ കുത്തുന്നു. അതിൽ അവർ മരിച്ചു പോകുന്നു. അയ്യോ, മരിച്ചു പോയല്ലോ എന്ന് ഇവനും ഭയപ്പെടുന്നുണ്ട്. ശരി, കാറിൽ നിന്ന് ആദ്യം തള്ളിയിടാന്ന് കരുതി കാറിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുന്നു. അയ്യോ, കൊലപാതകം ചെയ്തു പോയല്ലോ, നാളെ വേറെ പ്രശ്നങ്ങൾ വരരുതല്ലോ എന്ന് കരുതി വേണമെന്ന് വെച്ച് തന്നെ വേഗത്തിൽ ക്ലബ്ബിൽ പോയി ഫോൺ വെച്ചു. അതായത് ഞാൻ ക്ലബ്ബിൽ തന്നെ ഫോൺ വെച്ചു എന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചത്. അതിനുശേഷം ഇവൻ തിരിച്ച് ആ സ്ഥലത്തേക്ക് വന്ന് അവിടെയുള്ള ഒരു യാചകനിൽ നിന്നും ഫോൺ വാങ്ങി സംസാരിച്ചു. ഈ കാര്യമാണ് അശോക് എന്ന വ്യക്തി മുകളിൽ നിന്നും ശ്രദ്ധിച്ചത്. ഈ ശൗര്യ യാചകന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി വളരെ ധൃതിയിൽ ആരോടോ കോൾ ചെയ്യുന്നുണ്ടല്ലോ. ആർക്കാണ് കോൾ ചെയ്തതെന്ന് വെച്ചാൽ ഇവന്റെ ഭാര്യയ്ക്കാണ് കോൾ ചെയ്തത്. ഭാര്യയോട് നടന്ന കാര്യങ്ങളെല്ലാം അവൻ പറഞ്ഞു. ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് ചിന്തിക്കുന്നു. നീ ഉടനെ കൺട്രോൾ റൂമിലേക്ക് കോൾ ചെയ്യേ, ഞാൻ അടുത്തുള്ളതുപോലെ ഒരു ഡ്രാമ ഉണ്ടാക്കാൻ ഭർത്താവ് ഭാര്യയോട് പറയുന്നു. ഭാര്യയും അതനുസരിച്ച് ഒരു ഡ്രാമ ഉണ്ടാക്കി. എൻ്റെ ഭർത്താവ് എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അന്ന് രാത്രി പോലും എന്നെ ടോർച്ചർ ചെയ്തു എന്ന് പറഞ്ഞ് ഹീറോയെ വരെ വിശ്വസിപ്പിച്ചു. ഞാൻ പോലും ആദ്യം വിശ്വസിച്ചു പോയി. എന്നാൽ ആ റെക്കോർഡിംഗ് കേട്ടപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ആ റെക്കോർഡിംഗ് ഇദ്ദേഹത്തിൻ്റെ പക്കലുണ്ടല്ലോ. റെക്കോർഡിംഗിലെ ഒരു വാക്ക് വെച്ചാണ് കണ്ടുപിടിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. ഗൗരി എന്ന വാക്ക് വെച്ചാണ് ഞാൻ കണ്ടുപിടിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. യഥാർത്ഥത്തിൽ ഇയാളുടെ അസിസ്റ്റന്റ് ഗൗരി എന്ന പേര് അല്പം വ്യത്യസ്തമായിട്ടാണ് പറയാറുള്ളത്. എൻ്റെ ഭാര്യയുടെ പേര് അതല്ല, ഇതാണ് എന്ന് അദ്ദേഹം അവനെ കളിയാക്കാറുണ്ട്. അന്ന് ശൗര്യയുടെ അസിസ്റ്റന്റാണ് ശൗര്യയെ പോലെ അഭിനയിച്ചത്. അതായത് ഭർത്താവ് അടിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ 100-ലേക്ക് കോൾ ചെയ്തു. എന്തിനാണ് കോൾ ചെയ്യുന്നത്, കട്ട് ചെയ്യ് എന്ന് ശൗര്യയുടെ ശബ്ദത്തിൽ അവനാണ് സംസാരിച്ചത്. എന്നാൽ അവന് ഗൗരി എന്ന വാക്ക് ശരിയായി പറയാൻ അറിയില്ലല്ലോ, അവൻ തെറ്റായിട്ടാണ് പറഞ്ഞിരുന്നത്. അതിലൂടെയാണ് ഞാൻ കണ്ടുപിടിച്ചത് എന്ന് ഹീറോ പറയുന്നു. അങ്ങനെ നീ വീട്ടിലുണ്ടായിരുന്നത് പോലെ വിശ്വസിപ്പിച്ചു, എന്നാൽ നീ വീട്ടിലില്ലായിരുന്നു, നീയാണ് കൊലപാതകം ചെയ്തതെന്ന് എനിക്കറിയാമെടാ എന്ന് അദ്ദേഹം പറയുന്നു. ഒരു ദിവസം കോടതിയിൽ അശോക് വന്നല്ലോ, അതുപോലെ ആ യാചകനും വരാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് യാചകനെ ഇല്ലാതാക്കണം, അവനെ തീർത്തേക്ക് എന്ന് അസിസ്റ്റന്റിനോട് ഈ ശൗര്യ പറഞ്ഞിരുന്നു. അസിസ്റ്റന്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവനെ ഇല്ലാതാക്കണമെന്ന് കരുതി അവനെ തേടി ആ ഭാഗത്തേക്ക് വരുന്നു. അവൻ രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ കത്തി വെച്ച് കുത്തി അവനെ വീഴ്ത്തുന്നു. അവനെ കൊന്നു എന്നാണ് നീ വിചാരിച്ചത്, എന്നാൽ സത്യത്തിൽ അവൻ മരിച്ചില്ല എന്ന് പറഞ്ഞ് ഹീറോ ഒരു കാര്യം വെളിപ്പെടുത്താൻ തുടങ്ങുന്നു. ഹീറോ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി ആ ഭാഗത്തേക്ക് പോയില്ലേ. അവിടെ അന്വേഷിക്കുമ്പോൾ ഒരാൾ കുത്തേറ്റ് കിടന്നിരുന്നുവെന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തെന്നും അവർ പറയുന്നു. അപ്പോൾ അവനെ കാണാമെന്ന് കരുതി കണ്ടുപിടിച്ച് അവൻ കിടക്കുന്ന ഹോസ്പിറ്റലിൽ ഇദ്ദേഹം വരുന്നു. അവനും നടന്ന കാര്യങ്ങൾ പറയുന്നു. അന്ന് രാത്രി ശൗര്യ എൻ്റെ ഫോൺ വാങ്ങി സംസാരിച്ചു. അതിനുശേഷം ശൗര്യയുടെ ആൾ കത്തി കൊണ്ട് കുത്തിയെന്ന് അവൻ മൊഴി നൽകി. അപ്പോൾ നീയാണ് ഇതിന് പിന്നിലുള്ളതെന്നും ഈ കൊലപാതകം നീയാണ് ചെയ്തതെന്നും എനിക്ക് തെളിഞ്ഞുവെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ തെളിഞ്ഞിട്ട് എന്ത് കാര്യം, ഇതോടെ വിട്ടുകള, ആവശ്യമില്ലാത്തതിനെ വലുതാക്കരുത് എന്ന് ശൗര്യ പറയുന്നു. എന്നാൽ ഹീറോ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ പോലീസ് ടീമിനോട് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ടീമിനെ അവിടേക്ക് വിളിക്കുന്നു. ഇപ്പോൾ പോലീസുകാരെല്ലാം ആ സ്ഥാനത്തേക്ക് വരുന്നു. ഇത്രയും നേരം ഇവർ രണ്ടുപേരും സംസാരിച്ച കാര്യങ്ങളെല്ലാം പോലീസ് കേൾക്കുന്ന രീതിയിലാണ് ഹീറോ ചെയ്തിരുന്നത്. ഇപ്പോൾ പോലീസുകാരുടെ കയ്യിൽ ഇവനെതിരെ ശക്തമായ തെളിവുണ്ടല്ലോ. ഇവനെ അറസ്റ്റ് ചെയ്യാനായി വന്നിരിക്കുകയാണ്. ഇവനും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവനെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നു. അയ്യോ, ഭർത്താവ് കുടുങ്ങിയല്ലോ എന്ന് പറഞ്ഞ ഭാര്യ ഗൗരിയും ഞെട്ടി നിൽക്കുകയാണ്. ഭർത്താവ് തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞിട്ടും ഭാര്യ രക്ഷിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തിരുന്നു. അവരത്രയൊക്കെ ചെയ്തിട്ടും ഭർത്താവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഹീറോയ്ക്കും തെറ്റ് ചെയ്തവനുള്ള ശിക്ഷ വാങ്ങിക്കൊടുത്തു എന്നോർത്ത് സമാധാനമാവുന്നു. ഇപ്പോൾ ദീർഘനിശ്വാസം എടുത്ത് ഹീറോയും അവിടെ നിന്ന് പുറപ്പെടുന്നു. ഇതോടെ ഈ സിനിമയുടെ കഥയും അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.